ഇറാനിൽ അതിശക്തമായ ആക്രമണം തുടർന്ന US. പടിഞ്ഞാറൻ ടെഹ്റാനിലെ പ്രധാന പാലമായ B1 തകർക്കുന്ന വീഡിയോയാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. ബുഷേഹർ മേഖലയിലെ കങ്കൺ മിസൈൽ കേന്ദ്രത്തിലും ചമ്രാൻ IRGC താവളത്തിലും US ആക്രമണം നടത്തി. സമാധാന ധാരണയിലെത്താൻ ഇറാന് ഇനിയും സമയമുണ്ടെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയുണ്ടായി, ഇറാനെ സമ്പൂർണ്ണമായും തകർത്തു, ഇറാന്റെ വ്യോമ നാവികസേനകളെ എല്ലാം തന്നെ തരിപ്പണമാക്കി തുടങ്ങിയ കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് പറഞ്ഞ ട്രംപ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഇറാനിൽ തകർത്തിരിക്കുന്നത്. എന്താണ് അമേരിക്കയെ ഇത്തരമൊരു പ്രകോപനത്തിന് ഇടയാക്കിയത്? ആതിര, ശക്തമായ ആക്രമണം തുടരും ഇറാനിൽ എന്ന്, അത് 2-3 ആഴ്ചയോളം തുടരും എന്ന നിലപാട് തന്നെയാണ് കൃത്യമായി ഇന്നലെ ട്രംപ് അറിയിച്ചത്. മാത്രമല്ല, ഇറാനിൽ ആക്രമണം നടത്തുന്നതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, സൈനിക സംവിധാനങ്ങളെയും മിസൈൽ സംവിധാനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു നേരത്തെ ഇസ്രായേൽ അമേരിക്ക ഈ സംഘർഷത്തിൽ പ്രധാനമായും നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൃത്യമായ ചില നീക്കങ്ങൾ കൂടി ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം ടെഹ്റാനിലെ B1 എന്ന് പറയുന്ന B1 എന്ന് സൈനികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പാലം, അത് ഏതാണ്ട് ടെഹ്റാനിലെ ഏറ്റവും വലിയ പാലമായി തന്നെ കണക്കാക്കുന്ന അത്രയും ദൈർഘ്യമേറിയ ഒരു പാലമാണ്. ഈ പാലം തകർത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സ്വയം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചാണ് ട്രംപ് ചില നിർദ്ദേശങ്ങൾ ഇറാന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇറാൻ ഈ സമാധാന ധാരണയിലെത്താൻ ഏറെ വൈകിയെന്നും ഇനിയും സമയമുണ്ടെന്നും ഇനിയും സമയമുള്ള സമാധാന ധാരണയിൽ പെട്ടെന്ന് എത്തുകയാണെങ്കിൽ ഇനിയും ആ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും ഒരു നിലപാടാണ് കൃത്യമായി അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലും ബുഷേഹറിലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചമ്രാനിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുമെല്ലാം അതിശക്തമായ ആക്രമണം തുടരുക തന്നെയാണ്. IRGC കേന്ദ്രങ്ങൾ, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിലൊരു നീക്കം സൈനിക സംവിധാനങ്ങളെ തകർക്കുകയും സമാനമായി പശ്ചാത്തല സൗകര്യങ്ങൾ ഒന്നൊന്നായി തകർക്കുന്ന നീക്കങ്ങളും, അതായത് ഇതൊരു സിഗ്നലായി തന്നെ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നതിന്റെ ഒരു സിഗ്നലായി തന്നെയാണ് ഈ യുദ്ധ നിരീക്ഷകരെല്ലാം തന്നെ ട്രംപിന്റെ ഈ നടപടിയെ കാണുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ സൈനിക നീക്കത്തെ കാണുന്നത്. അത് കൃത്യമായും ഒരു മുന്നറിയിപ്പോടെ ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നു. IRGCയും അതുപോലെ തന്നെ മറ്റ് മിസൈൽ കേന്ദ്രങ്ങളും തകർക്കുന്ന നീക്കങ്ങൾ തുടർച്ചയായി നടക്കുകയാണ്. മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ മിസൈൽ സ്റ്റോക്കുകളെ വീണ്ടും ലക്ഷ്യമിടുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അതിശക്തമായ ആക്രമണം നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഐസൺ, ഹോർമുസ് തുറക്കുക എന്നുള്ളത് ലോകത്തിന്റെ മുഴുവൻ ആവശ്യമാണല്ലോ. ഇപ്പോൾ UN-ൽ ബഹ്റൈൻ ഇത് സംബന്ധിച്ച പ്രമേയം കൊണ്ടുവന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ ഇനിയും പിടിവാശി തുടരാൻ സാധിക്കുമോ? തീർച്ചയായും ഇറാന്റെ ഈ നീക്കം, അതായത് ഇറാന്റെ നിലവിലുള്ള സൈനിക നീക്കങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ ഇനിയും തുടരരുത് എന്നൊരു ആവശ്യമാണ് അറബ് രാഷ്ട്രങ്ങൾ, തീർച്ചയായും ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഭാഗമായി ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത്. അതിശക്തമായ രീതിയിൽ ഇത്തരത്തിലുള്ള സൈനിക നടപടികൾ അവിടെ ആവശ്യമുണ്ട് എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് എങ്കിൽ അത് ഫ്രാൻസും ചൈനയും ബ്രിട്ടനും എതിർക്കുന്നൊരു നിലപാടാണ്. അത്തരമൊരു ആവശ്യമില്ല. സൈനിക ശേഷി എന്ന സംവിധാനം, ആ വാക്ക് അവിടെ പ്രയോഗിക്കേണ്ടതില്ല, ഫോഴ്സ് എന്ന വാക്ക് പ്രയോഗിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഈ 3 രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പുറകെയാണ് കാര്യങ്ങൾ വ്യക്തമാണ്. ഇറാനിലെ വലിയൊരു പാലമാണ് അമേരിക്ക ഇപ്പോൾ തകർത്തിരിക്കുന്നത്.